അടുത്തതായിട്ട് വെഹിക്കുലാർ എയർ പൊല്യൂഷൻ അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യണമെന്നുള്ളതിലെ ഒരു കേസ് സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. സോ ഡൽഹിനെയാണ് നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഹൗ ടു കൺട്രോൾ, എങ്ങനെയാണ് ഡൽഹിയിൽ ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്തത്. സോ ഡൽഹി എന്ന് പറഞ്ഞതിൽ ഒരുപാട് വെഹിക്കുലാർ ട്രാഫിക്കുള്ള ഒരു സിറ്റിയാണ്, മെട്രോ സിറ്റി തന്നെയാണ്. സോ ഒരു കൺട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള നമ്പർ ഓഫ് വെഹിക്കിൾസ് അതിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എത്ര വെഹിക്കിൾസ് ഗുജറാത്തിലുണ്ടോ, എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് വെസ്റ്റ് ബംഗാളുണ്ടോ, അതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കിട്ടുന്ന നമ്പറിനേക്കാളും വളരെയധികം കൂടുതലാണ് നമ്മുടെ ഡൽഹിയിലുള്ള നമ്പർ ഓഫ് വെഹിക്കിൾസ്. സോ ഡൽഹിയിൽ അത്രയ്ക്കധികം കാറുകൾ അല്ലെങ്കിൽ വെഹിക്കിൾസുകൾ ഗുജറാത്തിലും വെസ്റ്റ് ബംഗാളിലുമുള്ള വെഹിക്കിൾസിൻ്റെ ടോട്ടൽ എണ്ണത്തെക്കാളും കൂടുതലായിരുന്നു നമ്മുടെ ഡൽഹിയിലുള്ള നമ്പർ ഓഫ് വെഹിക്കിൾസ്. സോ അങ്ങനെ 1990 ഡൽഹി റാങ്ക്ഡ് 4th among the 41 most polluted cities of the world. സോ ഈ ലോകത്തെ തന്നെ 41 പൊല്യൂട്ടഡ് സിറ്റീസിൽ 4ാമത്തെ റാങ്കാണ് 1990 ഡൽഹിക്ക് കിട്ടിയത്. സോ അതിൻ്റെ അർത്ഥം അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പൊല്യൂഷനാണ് നമ്മുടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. സോ 41 പൊല്യൂട്ടഡ് സിറ്റീസിൽ, ഈ ലോകത്തെ 41 പൊല്യൂട്ടഡ് സിറ്റീസിൽ 4ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഡൽഹിക്ക് ലഭിച്ചത് 1990കളിൽ ചെക്ക് ചെയ്തപ്പോൾ. സോ ഈ എയർ പൊല്യൂഷൻ പ്രോബ്ലം അത്രമാത്രം സീരിയസ് ആയിട്ട് ഡൽഹിയിൽ വന്നപ്പോൾ അവിടെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ ഫയൽ ചെയ്തു. എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഓഫ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു താൽപ്പര്യ ഹർജി. സോ പൊതു താൽപ്പര്യ ഹർജി അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ ഈ ഡൽഹിയുടെ ഇത്രമാത്രം എയർ പൊല്യൂഷൻ കാരണം അവിടെ അത് ഫയൽ ചെയ്തു. അതുപ്രകാരം ഈ ഫയൽ ചെയ്തതിന് ശേഷം ഒരുപാട് സെൻസർ ചെയ്ത് സുപ്രീം കോർട്ട് അതിനെക്കുറിച്ച് കണക്കിലെടുക്കുകയും അതിനു വേണ്ടിയുള്ള മെഷർമെൻറ്റ്സുകൾ എടുത്ത് ഗവൺമെൻറ്റിനോട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ അപ്രോപ്രിയേറ്റ് മെഷേഴ്സിൽ വരുന്നത് സ്വിച്ചിങ് ഓവർ ദ എൻറ്റയർ ഫ്ലീറ്റ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്, മൊത്തത്തിലുള്ള ആ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ സ്വിച്ച് ചെയ്ത് അത് ഡീസലിൽ നിന്ന് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാനുള്ള അപ്രോപ്രിയേറ്റ് മെഷേഴ്സിനുള്ള ടൈം കൂടി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് നമ്മുടെ സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടു. എന്ത് കാരണം? ഈ പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്ത കാരണം. സോ അതിനൊരു തീരുമാനം അല്ലെങ്കിൽ റെസല്യൂഷൻ എന്നുള്ള പ്രകാരമാണ് എന്താണ് ഉണ്ടായത്? എൻറ്റയർ ആ പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള എൻറ്റയർ ഡീസൽ വാഹനങ്ങളെല്ലാം തന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യണം, അങ്ങനെ ഒരു അപ്രോപ്രിയേറ്റ് മെഷർ എടുക്കണമെന്നാണ് ഒരു തീരുമാനം വന്നത്, ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത്. അങ്ങനെ എല്ലാ ബസ്സുകളും ഡൽഹിയിലെ കൺവേർട്ടഡായി. ഏത് പ്രകാരം? ഡീസലിൽ നിന്ന് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക്. സോ 2002 ഡൽഹിയിലെ എല്ലാ ബസ്സുകളും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് ഡീസലിൽ നിന്ന് കൺവേർട്ടഡായി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് CNG, എന്തുകൊണ്ട് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഡീസലിനേക്കാളും ബെറ്റർ ആണ്? അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? സോ വൈ CNG ഈസ് ബെറ്റർ ദാൻ ഡീസൽ ഓർ പെട്രോൾ? ആദ്യത്തത്, ഇറ്റ് ബേൺസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ഹൈലി എഫിഷ്യൻ്റ് ആയിട്ട് ബേൺ ചെയ്യുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും കൂടുതൽ നന്നായിട്ട് ബേൺ ചെയ്യുന്നത്, എഫിഷ്യൻ്റായിട്ട് നന്നായി ബേൺ ചെയ്യുന്നത് എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. സോ എത്ര നന്നായിട്ട് അത് ബേൺ ചെയ്യണോ അത്രയും ലെസ് നമ്പർ ഓഫ് പൊല്യൂട്ടൻസിനെ മാത്രമേ അത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വന്ന് വളരെയധികം ചീപ്പറാണ് ദാൻ പെട്രോൾ ആൻഡ് ഡീസൽ. സോ പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും കുറച്ചുകൂടി ചീപ്പറാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതുപോലെ തന്നെ നമ്മുടെ CNGനെ കനോട്ട് ബി സൈഫൺഡ് ഓഫ് ബൈ തീവ്സ്. ഇതിനെ കട്ടെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കള്ളന്മാർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതുമല്ല കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അടുത്തത്, കനോട്ട് ബി അഡൾട്ടറേറ്റഡ് ലൈക്ക് പെട്രോൾ ആൻഡ് ഡീസൽ. സോ പെട്രോളിനെ പോലെയോ ഡീസലിനെ പോലെയോ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ
നമുക്ക് മായം ചേർക്കാൻ സാധിക്കുകയില്ല. സോ ഇത്രയൊക്കെ കാരണങ്ങളാണ് നമ്മുടെ ഡീസലിനേക്കാളും പെട്രോളിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂവലായിട്ട് നമ്മുടെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനെ ആക്കി മാറ്റുന്നത്. ഒരിക്കൽ കൂടി പറയാം എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വൈ CNG ഈസ് ബെറ്റർ. ഇറ്റ് ബേൺസ് മോർ എഫിഷ്യൻ്റ്ലി, ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വെരി ലെസ് നമ്പർ ഓഫ് ഹൈഡ്രോ കാർബൺസ് മാത്രമേ ലെഫ്റ്റ് ആയിട്ട് പോവുള്ളൂ, ലെസ് നമ്പർ ഓഫ് പൊല്യൂട്ടൻസിനെ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. ചീപ്പറാണ്, പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും ചീപ്പറാണ്. അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, അതിൽ മായം ചേർക്കാൻ പറ്റുകയുമില്ല. ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം? നമ്മുടെ ഈ ഡീസലിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്ത് നമ്മളൊരു CNGയിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഡിഫിക്കൽട്ടി ഓഫ് ലേയിങ് ഡൗൺ പൈപ്പ് ലൈൻസ് ടു ഡെലിവർ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. സോ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ആ പൈപ്പ് ലൈൻസ് ഇടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആൻഡ് ത്രൂ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഓർ പമ്പ്. സോ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിലൂടെയും പമ്പിലൂടെയും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ നടത്തിക്കൊണ്ട് ഒരു പൈപ്പ് ലൈൻസ് ഡെലിവർ ചെയ്യാൻ, ഈ CNGക്ക് പാസ് ചെയ്യാൻ ഡെലിവർ ചെയ്യാനുള്ള ഒരു പൈപ്പ് ലൈൻസ് ലേ ഡൗൺ ചെയ്യാനാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോബ്ലം. അതുപോലെ തന്നെ നമ്മുടെ ഇതിന് പാരലായിട്ട് തന്നെ ഗവൺമെൻറ് കുറേ റെമഡിയൽ മെഷേഴ്സ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് വെഹിക്കുലാർ പൊല്യൂഷനെ കുറയ്ക്കാനായിട്ട് നടത്തിയിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഫേസ് ഔട്ട് ഓഫ് ഓൾഡ് വെഹിക്കിൾസ്, പഴയ വാഹനങ്ങൾ ഫേസ് ഔട്ട് ചെയ്യുക. രണ്ടാമത്തത് യൂസ് ഓഫ് അൺലെഡഡ് പെട്രോൾ. സോ ലെഡിൻ്റെ പ്രസൻസ് ഇല്ലാത്ത പെട്രോളുകൾ യൂസ് ചെയ്യുക. മൂന്നാമത്തത് ലോ സൾഫർ പെട്രോൾ ആൻഡ് ഡീസൽ. സോ സൾഫർ ആൻഡ് കണ്ടന്റ് വളരെ കുറവുള്ള പെട്രോളും ഡീസലും മാത്രം ഉപയോഗിക്കുക. പിന്നെ യൂസ് ഓഫ് കാറ്റലിറ്റിക് കൺവേർട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. സോ കാറ്റലിറ്റിക് കൺവേർട്ടറുകളെ ഉപയോഗിക്കുക. ലാസ്റ്റ് വൺ സ്ട്രിഞ്ചൻറ്റ് പൊല്യൂഷൻ ലെവൽ നോംസ് വെഹിക്കിൾസിന് പാലിക്കുക. സ്ട്രിക്റ്റ് ആയിട്ട് പൊല്യൂഷൻ ലെവലിൽ എന്തൊക്കെ നോംസുകളാണോ വേണ്ടത് അതങ്ങനെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുക. സോ ഇതൊക്കെ ഗവൺമെൻറ് പാരലായിട്ടുള്ള അപ്രോപ്രിയേറ്റ് മെഷേഴ്സാണ് എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. സോ ഓൾഡ് വെഹിക്കിൾസിനെ ഫേസ് ഔട്ട് ചെയ്യുക, അൺലെഡഡ് പെട്രോളുകൾ ഉപയോഗിക്കുക, ലോ സൾഫർ പെട്രോൾ ഡീസൽ ഉപയോഗിക്കുക, അതുപോലെ കാറ്റലിറ്റിക് കൺവേർട്ടറുകൾ മാത്രം ഉപയോഗിക്കുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ ലെവൽ നോംസുകൾ പാലിക്കുക. സോ ഇത്രയും റെമഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷേഴ്സുകൾ ഡൽഹിയിൽ ഗവൺമെൻറ് ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടാണ് അവിടുത്തെ എയർ പൊല്യൂഷൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചത്. സോ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ സിറ്റികളിൽ വെഹിക്കുലാർ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പുതിയ ഓട്ടോ ഫ്യൂവൽ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂ ഓട്ടോ ഫ്യൂവൽ പോളിസി കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വെഹിക്കുലാർ പൊല്യൂഷൻ ഇൻ ഇന്ത്യൻ സിറ്റീസിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു റോഡ് മാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ എങ്ങനെയായിരിക്കണമെന്ന് അതൊരു ന്യൂ ഓട്ടോ ഫ്യൂവൽ പോളിസിയിലൂടെയാണ് ആ റോഡ് മാപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ഇന്ത്യൻ സിറ്റികളിലെ വെഹിക്കുലാർ പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസുകളാണ് അല്ലെങ്കിൽ ഫ്യൂവൽസിൻ്റെ കേസിൽ ഏറ്റവും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നോംസുകളാണ് കൊണ്ടുവന്നത്. സോ മോർ സ്ട്രിഞ്ചൻ്റ് നോംസാണ് ഫ്യൂവൽസിൻ്റെ കാര്യത്തിൽ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതുപ്രകാരം എന്തൊക്കെ നോംസ് ആൻഡ് റൂൾസ് റെഗുലേഷൻസ് ആണെന്ന് നോക്കാം. ഒന്നാമത്തത് reduce the sulfur and aromatic content in petrol and diesel. സോ പെട്രോളിലെയും ഡീസലിലെയും അരോമാറ്റിക് കണ്ടൻറ്റുകളെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ആ ഫ്യൂവൽ പോളിസിയിൽ വരുന്നത്. ആദ്യത്തെ ന്യൂ ഓട്ടോ ഫ്യൂവൽ പോളിസിയിൽ വരുന്ന ആദ്യത്തെ ആ സ്ട്രിഞ്ചൻ്റ് നോം എന്ന് പറയുന്നത് എന്താണ്? പെട്രോളിലും ഡീസലിലുമുള്ള അരോമാറ്റിക് കണ്ടൻറ്റ് അഥവാ അതുപോലെ തന്നെ സൾഫറിൻ്റെയൊക്കെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പോളിസി. രണ്ടാമത്തത് യൂറോ 2 നോംസ്. സോ ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് യൂറോ 2 നോംസ് പ്രകാരം ഇതിനെ ഫോളോ ചെയ്യുക എന്നാണ്. സോ യൂറോ 2 നോംസിൽ എന്താണ് പറയുന്നത് വെച്ചാൽ സൾഫർ കണ്ടൻറ്റ്
350 പാർട്സ് പെർ മില്യൺ ആയിട്ട് റെഡ്യൂസ് ചെയ്യുക ഡീസലിൽ. അതുപോലെ തന്നെ 150 പാർട്സ് പെർ മില്യൺ ആയിട്ട് പെട്രോളിലും. സോ റെഡ്യൂസ് ദ സൾഫർ കണ്ടൻറ്റ് 350 പാർട്സ് പെർ മില്യൺ ഡീസൽ, അതുപോലെ 150 പാർട്സ് പെർ മില്യൺ ഇൻ പെട്രോൾ. ഇതാണ് യൂറോ 2 നോംസ് പറയുന്നത്. അതുപോലെ തന്നെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൻ്റെ അളവ് ഒരു 42% കുറയ്ക്കണം. സോ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് 42% വരെ പാടുള്ളൂ. ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞത് ഈ ന്യൂ ഓട്ടോ ഫ്യൂവൽ പോളിസി പ്രകാരം കൊണ്ടുവന്ന റോഡ് മാപ്പിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ സൾഫർ കണ്ടൻറ്റ് ടു 50 പാർട്സ് പെർ മില്യൺ ഇൻ പെട്രോൾ, അതുപോലെ ഡീസലിൽ അത്രയും തന്നെ പെർസെൻറ്റേജ് കുറയ്ക്കുക. സോ ഓൾ ടുഗദർ 35% ഈ പറഞ്ഞ സൾഫറിൻ്റെ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഗോള് ഈ റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. സോ ഈ യൂറോ 2 നോംസിൽ പറയുന്നത് സൾഫർ കണ്ടൻറ്റ് 350 പാർട്സ് പെർ മില്യൺ ഡീസലിൽ ഉണ്ടാവാൻ പാടുള്ളൂ. പെട്രോൾ ആണെങ്കിൽ 150 പാർട്സ് പെർ മില്യൺ ആണ് അലൗഡ്. എന്നാൽ ഈ ന്യൂ ഓട്ടോ ഫ്യൂവൽ പോളിസി പ്രകാരം ഉണ്ടായ ആ റോഡ് മാപ്പിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എത്രയാണ്? സൾഫർ കണ്ടൻറ്റ് 50 പാർട്സ് പെർ മില്യൺ ആക്കി കുറയ്ക്കുക, അത് പെട്രോളിലും ഡീസലിലും. അതുവഴി 35% അതിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് സാധിക്കും, സൾഫർ കണ്ടൻറ്റിൻ്റെ ലെവൽ. സോ ഇത് കറസ്പോണ്ട് ചെയ്യുമ്പോൾ ഈ വെഹിക്കിൾസിൻ്റെ ഈ ഫ്യൂവൽ പോളിസി നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് വേണം? നീഡ് ടു ബി അപ്ഗ്രേഡഡ് ആവേണ്ട വേറെ തന്നെ വെഹിക്കിളിൻ്റെ എൻജിൻ. സോ ഫ്യൂവലിന് ഇതുപോലത്തെ ഒരു പോളിസി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ വെഹിക്കിൾ എൻജിൻസും അതോടൊപ്പം തന്നെ നീഡ്സ് ടു ബി അപ്ഗ്രേഡഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഫ്യൂവൽ പോളിസിയിലും എൻജിൻ്റെ കേസിലും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ട്? എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മാസ് എമിഷൻ സ്റ്റാൻഡേർഡ് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാരത് സ്റ്റേജ് 2 നോംസുകൾ. സോ മാസ് എമിഷൻ സ്റ്റാൻഡേർഡ് അത് ഇക്വാലൻ്റ് ടു ഭാരത് സ്റ്റേജ് 2 നോംസ്, അല്ലെങ്കിൽ നമ്മുടെ യൂറോ 2 നോംസുമായിട്ട് ഇക്വലൻ്റ് ആണ് ഈ ഭാരത് സ്റ്റേജ് 2 എന്നുള്ളത്. അതെന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും തന്നെ അപ്ലിക്കബിൾ അല്ല. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാസ് എമിഷൻ സ്റ്റാൻഡേർഡുകൾ ഇന്ത്യയിൽ ഏതാണ് നമുക്ക് ഈ ടേബിളിലൂടെ ഒന്ന് നോക്കാം. സോ മാസ് എമിഷൻ സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ ഏറ്റവും കറണ്ട് ലെവലിൽ കാണുന്നത് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, ഏതൊക്കെ നോംസുകളാണ്, ഏതൊക്കെ സിറ്റികളിലാണ് ഇത് ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കുന്നത്. സോ ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് 4 വീലറുകളുടെ കാര്യത്തിൽ ഭാരത് സ്റ്റേജ് 3 എന്ന് പറഞ്ഞ നോംസാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ 4 വീലേഴ്സ് ഭാരത് സ്റ്റേജ് 3 അപ്ലിക്കബിൾ ആയിട്ട് ഏതൊക്കെ സിറ്റിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണേ? ത്രൂ ഔട്ട് ദ കൺട്രി സിൻസ് ഒക്ടോബർ 2010. സോ 2010 ഒക്ടോബർ തൊട്ട് ത്രൂ ഔട്ട് ദ കൺട്രിയിൽ ഭാരത് സ്റ്റേജ് 3 4 വീലേഴ്സിൻ്റെ കാര്യത്തിൽ ആ നോംസാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഏറ്റവും പുതിയ മാസ് എമിഷൻ സ്റ്റാൻഡേർഡുകൾ ഇന്ത്യയിൽ. രണ്ടാമത്തെ 4 വീലേഴ്സ് ഭാരത് സ്റ്റേജ് 4. സോ 4 വീലേഴ്സിൻ്റെ കേസിൽ തന്നെ ഭാരത് സ്റ്റേജ് 4 അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് 12 മെഗാ സിറ്റീസിലാണ്. സോ 12 മെഗാ സിറ്റീസിൽ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, സൂററ്റ്, കാൺപൂർ, ആഗ്ര, ലക്നൗ, ഷോലാപൂർ. ഏപ്രിൽ 2010 മുതലാണ് ഇത്രയും 12 മെഗാ സിറ്റീസിൽ ഭാരത് സ്റ്റേജ് 4 വീലേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ആ നോംസിലൂടെയാണ് നോക്കും. അടുത്തത് 3 വീലേഴ്സിൻ്റെ ആണെങ്കിൽ 3 വീലേഴ്സിന് ഉള്ള നോംസ് എന്ന് പറഞ്ഞാൽ ഭാരത് സ്റ്റേജ് 3 ആണ്. അത് ത്രൂ ഔട്ട് ദ കൺട്രി സിൻസ് ഒക്ടോബർ 2010. സോ ഒക്ടോബർ 2010 മുതൽ ത്രൂ ഔട്ട് ദ കൺട്രി 3 വീലേഴ്സിനുള്ളത് ഭാരത് സ്റ്റേജ് 3 ആണ്. ലാസ്റ്റ് 2 വീലേഴ്സിനുള്ളതാണ്. 2 വീലേഴ്സിന് ഭാരത് സ്റ്റേജ് 3 ത്രൂ ഔട്ട് ദ കൺട്രി സിൻസ് ഒക്ടോബർ 2010. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാസ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. സോ നമ്മുടെ ഈ പറഞ്ഞ ഫ്യൂവൽ പോളിസി, അതുപോലെ എൻജിൻ അപ്ഗ്രേഡ് ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ എഫേർട്ടുകൾക്കും നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഡൽഹിയിൽ നോക്കിയാൽ അവർ നമ്മൾ കൺസിഡർ ചെയ്ത ആ സ്വിച്ചിങ് ടു ആ ഡീസലിന്
കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്കുള്ള ആ ഒരു കൺവേർഷൻ, അതുപോലെ സൾഫറിൻ്റെ കണ്ടൻറ്റ് പെട്രോളും ഡീസലും റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ആ ഭാരത് സ്റ്റേജ് 2 നോംസ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മുടെ ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഒരുപാടധികം സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത കാലത്തെടുത്ത ഒരു എസ്റ്റിമേറ്റ് പ്രകാരം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും ലെവല് ഡൽഹിയിൽ 1997 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് കുറഞ്ഞു കാണിക്കുന്നുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും ലെവല് വളരെയധികം റിഡ്യൂസ്ഡ് ആയിട്ട് ഡൽഹിയിൽ 1997 തൊട്ട് 2005 വരെ 2005 വരെ അത്രയും കുറവായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തെടുത്ത എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട്.